ഗൈസ്, വിഷു പർച്ചേസിംഗ് ഒക്കെ എവിടം വരെയായി? എല്ലാവർക്കും വിഷുക്കോടിയൊക്കെ എടുത്തോ? എല്ലാവർക്കും എടുത്ത്, പക്ഷെ ഏട്ടന് മാത്രം എടുത്തില്ല കേട്ടോ. ഏട്ടന് വിഷുവിന്റെ ഓണത്തിന്റെ ഒക്കെ തലേന്ന് എടുത്തേ ചരിത്രമുള്ളൂ. ഈ പ്രാവശ്യം നേരത്തെയാണ്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഏട്ടന് ഷർട്ട് എടുക്കാൻ വേണ്ടി പോവാണേ. കാർ എടുത്ത് ഇറങ്ങിയത് ഏറ്റവും വലിയ അബദ്ധമായി. എമ്മാതിരി ബ്ലോക്ക് ആയിരുന്നു അറിയോ. ഏതായാലും ടൗണിലേക്ക് ഇറങ്ങി. അപ്പൊ പിന്നെ എന്റെ ബ്ലൗസ് ഇവിടെ അടിക്കാൻ കൊടുക്കാന്ന് വിചാരിച്ച് സിൽക്ക് മന്ദിറിലാണ് കേട്ടോ കൊടുത്തത്. വിഷു ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കുന്നാണ് വിചാരിച്ചത്. പക്ഷെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മെഷർമെന്റ് ഒക്കെ എടുത്ത് അതവിടെ കൊടുത്ത് ഞങ്ങൾ നേരെ വിട്ടു ലുലുവിലേക്ക് ഷർട്ട് എടുക്കാൻ. വേഗം പോയി വേഗം പരിപാടി കഴിച്ച് വേഗം വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷേ ബ്ലോക്ക് അതിന് സമ്മതിച്ചില്ല. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ബൈക്ക് എടുക്കുകയാണ് കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. ഷർട്ട് ഇതേ ഇവിടുന്ന് എടുത്താലേ തൃപ്തിയാവും. എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഔട്ട്ലെറ്റിലേക്കാണ് കേട്ടോ പോയത്. ഏട്ടന് സ്ഥിരമായിട്ട് ഷർട്ട് എടുക്കാറ് ഇവിടുന്നാണ്. അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റിയിലുള്ള സാധനം കിട്ടും. അങ്ങനെ ഒരു 4-5 ട്രൈ ചെയ്ത് നോക്കി 2 ഷർട്ട് എടുത്ത് ഞങ്ങൾ പോകുന്നു കേട്ടോ. അധികം അലച്ചിലൊന്നും ഇല്ലെങ്കിലും തിരിച്ചു വരുമ്പോഴേക്കും നല്ലോണം സൈഡ് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ശ്രീകുട്ടൻ എന്തിനോ ഉള്ള പുറപ്പാടിലാണ് ഇവിടെ. എന്തായാലും തിന്നാനുള്ള എന്തോ ആണ് ഉണ്ടാക്കുന്നത് മനസ്സിലായി. അപ്പൊ പിന്നെ ഫോൺ എടുത്ത് ഞാനും പോന്നു കേട്ടോ വീഡിയോ എടുക്കാൻ. ആദ്യം വിചാരിച്ചത് മുന്തിരി ജ്യൂസ് ആണെന്നാണ് കേട്ടോ. പക്ഷെ സാധനം അതല്ല. മുന്തിരി എന്തായാലും ആദ്യം ജ്യൂസ് ആക്കണം. പിന്നെ അവന്റെ വക എന്തൊക്കെയോ തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാണിക്കട്ടെ. അപ്പൊ റെസിപ്പി കണ്ടാലോ. ഗ്ലാസ്സിലേക്ക് ആദ്യം വലിയ 2 സ്പൂൺ നന്നാറി സർബത്താണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നമ്മൾ ജ്യൂസ് ആക്കി വെച്ച ആ മുന്തിരി, എന്നിട്ടാണ് അതിന്റെ പുറത്തായിട്ട് ഷോഡ ഒഴിക്കേണ്ടത്. ചേച്ചിയേട്ടനാണെങ്കിൽ ഇതെന്താ ഇവിടെ പരിപാടി എന്ന് നോക്കിക്കൊണ്ട് അടുത്തന്നെ നിപ്പുണ്ട്. നമ്മുടെ ഷോഡ വെറുതെ അങ്ങ് ഒഴിച്ചാൽ പോരാ, ഇത് അതുപോലെ കടകടന്ന് പറഞ്ഞിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതല്ല, അവൻ പറഞ്ഞതാ. ഈ സോഡ നല്ല തണുത്ത ചിൽഡ് സോഡയായിരുന്നേ. അതിന് എനിക്ക് തന്നെയാണ് കുടിക്കാൻ തന്നത്. കുറ്റം പറയാൻ പറ്റില്ലടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെ കഴിവുകളാണ് നമ്മുടെ ശ്രീകുട്ടന് അല്ലേ. സത്യം പറഞ്ഞാൽ ആ ക്ഷീണത്തില് കുടിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നേ. ഞാൻ മാത്രല്ല എല്ലാരും കുടിച്ച്. അപ്പൊ കുടിച്ച സ്ഥിതിക്ക് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാല്ലേ. അപ്പോ ടാറ്റാ.